തെരഞ്ഞെടുപ്പിൽ തോറ്റ സങ്കടത്തിനേക്കാളും ചില പാർട്ടിക്കാർ ഇടങ്ങേറാവുന്നത് തോറ്റേൻ്റെ കാരണം കണ്ടെത്താനും അതിൻ്റെ കാരണക്കാരെ കണ്ടെത്താനുമാണ്. ചില പാർട്ടിക്കാരുണ്ട് എല്ലാ കാരണം ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ തലയിൽ കെട്ടിവെക്കണ പാർട്ടിക്കാർ. എങ്ങനെ തോറ്റു വോട്ടെങ്ങനെ മറിഞ്ഞു, ഇത് പഠിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരുമോ? പ്രാഥമികമായിട്ടുള്ളൊരു അവലോകനം നടത്തിയിരുന്നു. ശരി, അവലോകനം നടത്തിയിട്ട് പാലക്കാട് എങ്ങനെ തോറ്റു എന്ന് മനസ്സിലായോ മുരളിയേട്ടാ? മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. മഹാരാഷ്ട്ര അവിടെ നിൽക്കട്ടെ, നമുക്ക് പാലക്കാട് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രക്ക് പോയാൽ പോരെ? മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞ പോലെ മുരളിയേട്ടനോട് പാലക്കാടിനെ കുറിച്ച് ചോദിക്കരുത്. മൂപ്പര് മഹാരാഷ്ട്രനെ കുറിച്ചല്ലാതെ ഒരക്ഷരം മിണ്ടൂല. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പാലക്കാട്ടെ കാര്യം ആരും മുണ്ടൂല എന്നർത്ഥം. ഞങ്ങൾ ആരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ തുടങ്ങ, മറ നീക്കി ഓരോരുത്തരുടെ സങ്കടങ്ങളും പുറത്തു വരട്ടെ. വലിയ പരാജയം ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരല്ല, നിങ്ങൾ മുരളിയേട്ടൻ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞ് തടി തപ്പുവോ? പാലക്കാടിനെ പറ്റി ഒന്നും പറയില്ലേ? എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ബൂത്തിൻ്റെ ചർച്ച, 59 നമ്പർ ബൂത്തിൻ്റെ ചർച്ച എന്നെ അത്രേ അവർ കണക്കാക്കിയിട്ടില്ല, അത് തന്നു. അതെന്ത് പരിപാടിയാ മുരളിയേട്ടാ? ഈ ശിവരാജേട്ടനെ പോലുള്ള ഒരാളെയൊക്കെ നിങ്ങൾ വെറും ഒരു ബൂത്ത് മാത്രം നോക്കാൻ ഏൽപ്പിച്ചാൽ മതിയോ? പാലക്കാടും ചേലക്കരയും വയനാട്ടിലും ഒക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ, ഈ വിശദാംശങ്ങളൊന്നും അറിയാത്ത എന്ത് പ്രധാനപ്പെട്ട നേതാവ്? നിങ്ങൾ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് നിങ്ങൾ പാലക്കാടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടൂലേ? ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. സുരേന്ദ്രേട്ടന്റെ തലേക്ക് ആ ഗപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ടോണി, ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയുന്നത്? അല്ല ശിവരാജേട്ടാ, നമ്മൾ ധാരോടം ചോദിക്കുക, നിങ്ങളൊന്ന് പറയും. ബാക്കിയുള്ളത് സുരേന്ദ്രനോടത്തോ ജില്ലാ പ്രസിഡന്റോ ചോദിക്കണം. മൂപ്പരും ഗപ്പ് നേരെ സുരേന്ദ്രേട്ടന്റെ തലേക്ക് വെച്ചു കൊടുത്തു. ടോണി എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ തീറ്റ കൊടുത്ത ഏത് കയ്യാ എനിക്കിട്ട് പണിയെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങളെല്ലാരും സുരേന്ദ്രേട്ടൻ ഇങ്ങനെ ഈ ഗപ്പ് കൊടുക്കാൻ എന്താ ഒരു കാരണം? BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. അപ്പൊ മേൽക്കൂര പ്രശ്നത്തിലാണ്. ആണോ അല്ലേ നിങ്ങളല്ലേ പറയണ്ടേ? അതൊക്കെ പ്രസിഡന്റ് പറയും. അപ്പൊ പ്രസിഡന്റ് മേൽക്കൂര പൊളിച്ചു പണിയാന് ആളെ റെഡിയാക്കിയോ? അതൊക്കെ തിരുത്താൻ ഒരാഴ്ചത്തെ സമയം കൊണ്ടുള്ളൂ. അപ്പൊ മേൽക്കൂരയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി ശിവരാജേട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല ശിവരാജേട്ടാ, നമ്മളെ ഈ സ്ഥാനാർത്ഥി എപ്പോഴും മത്സരിക്കുന്ന ആളാണ്, അങ്ങനെ ഒരു വർത്താനം ഉണ്ടായിരുന്നോ? ഞാനായിരുന്നെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ നിന്നവനാണ്. അതായത് ശിവരാജേട്ടനൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി പറയാൻ തയ്യാറായില്ലാന്ന്. ശിവരാജേട്ടൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞതിൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. അല്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മൂപ്പരത് പറഞ്ഞു. അല്ല, ഈ പ്ലാനിംഗ് ഒന്നും വേണ്ട പോലെ നടന്നില്ലേ? ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പ്രസിഡന്റ് പറയും. അതടക്കണ്. തോറ്റ കപ്പ് പിന്നെയും സുരേന്ദ്രേട്ടന്റെ തലക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾ പിന്നെയും ഇതിന്റെ ട്രോഫി ആ പാവത്തിന്റെ തലേക്ക് ഇങ്ങനെ വെക്കണതേ വലിയ കഷ്ടമുണ്ട് കേട്ടോ. അത്തരം കാര്യങ്ങൾ വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുണ്ട്. അല്ല ശിവരാജേട്ടാ, ഇതെന്താ ഈ മൂപ്പര് എന്ത് ചോദിച്ചാലും പ്രസിഡന്റിനോട് ഇങ്ങനെ ചോദിക്കാൻ പറയണേ? എന്താ ഇപ്പൊ ഇവര് തമ്മിൽ സംഭവിച്ചേ? എന്ത് സംഭവിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷമെങ്കിലും മുരളിയേട്ടൻ മഹാരാഷ്ട്രയുടെ കാര്യം മാത്രം പറയാതെ പാലക്കാട്ടെ കാര്യം പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്.